ഹലോ ഗൈസ്, ഇന്നത്തെ ക്യാപ്ഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇറ്റ്സ് സ്കിൻ കെയർ ടൈം ഗൈസ്. പക്ഷെ ഞാൻ ചെയ്ത് കാണിക്കില്ല, ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ബിക്കോസ് ഞാൻ പലപ്പോഴും തേച്ചിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, നിങ്ങളെങ്ങനെ അറിയും അല്ലേ? യെസ്, ദിസ് ഈസ് മൈ ട്രാവൽ സ്ലാഷ് സ്കിൻ കെയർ, travel/house യൂസ് പൗച്ച്. ഈ പൗച്ച് ഞാൻ അങ്ങനെ അവിടെ വയ്ക്കും, ഞാൻ ഉപയോഗിക്കും. ഇതിനകത്ത് എൻ്റെ സ്കിൻ കെയർ തൊട്ട് ഹെയർ കെയർ വരെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇത് പറഞ്ഞ് ആദ്യം തുടങ്ങണം. ഇന്ന് രാവിലെ ദോശയ്ക്ക് ചമ്മന്തിയാണ് ഗൈസ്, നിങ്ങൾക്ക് മിക്സി കേൾക്കാം. I personally use dermatologist recommended products. For example എന്നൊന്നുമില്ല, ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. സോ ഞാൻ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഐ ഷോ മൈ സ്കിൻ ആൻഡ് ദെൻ ഐ ടെൽ ഹർ എൻ്റെ പ്രശ്നങ്ങൾ. ആൻഡ് ഐ തിങ്ക് 4 years ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അമ്മ വഴി അറിയുന്നത്. സോ അമ്മ അവിടെ പോകാറുണ്ട്, ഞാനും പോകാറുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത്തെ വെച്ചാൽ ഞാൻ അങ്ങനെ സ്കിൻ കെയർ എൻ്റേതായി പ്രൊമോട്ട് ചെയ്യാറില്ല. നിങ്ങളാരും ഇത് നിങ്ങൾ ഉപയോഗിക്കരുത്. ആദ്യം ടെസ്റ്റ് പാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ലാസ്റ്റ് മുഖം പൊള്ളി ചൊറിയുന്നു മാന്തുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരരുത് ഗൈസ്. ബിക്കോസ് ദിസ് ഈസ് ഫോർ മൈ സ്കിൻ. ഇത് എൻ്റെ സ്കിന്നിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവർ മറ്റേ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഐ യൂസ് ടു മുഖത്തിടുമായിരുന്നു. ചില സമയത്ത് ഭയങ്കര അലർജിക് റിയാക്ഷൻ ഉണ്ടായി, ചില സമയത്ത് എനിക്ക് ഭയങ്കര ബേണിങ് സെൻസേഷൻ ഉണ്ടായി. അപ്പോൾ സോ ഇറ്റ് ഈസ് നോട്ട്, ഐ വോണ്ട് റെക്കമെൻഡ്. നിങ്ങൾ എൻ്റെ മാത്രമല്ല ബാക്കിയുള്ളവരുടെയും നിങ്ങൾ നോക്കുമ്പോൾ അത് മുഖത്തേക്ക് ഇടരുത്. ഐ വുഡ് സ്റ്റാർട്ട് ബൈ ദിസ് വീഡിയോ ബൈ സീയിങ് ദിസ്. കണ്ട എന്തോ ഇൻഫ്ലുവൻസേഴ്സ് അതുവരെയൊക്കെ ഇടുന്നതിനേക്കാളും ലൈക്ക് ഐ മെൻഷൻഡ് ടെസ്റ്റ് പാച്ച് കയ്യിലോ മുഖത്ത് എവിടെയെങ്കിലും ചെറുതായിട്ട് ചെയ്യുക. അത് ഉണ്ടെങ്കിൽ മാത്രമേ, കുഴപ്പമില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഐ വുഡ് റെക്കമെൻഡ് യു ടു ഗോ ടു എ ഡെർമറ്റോളജിസ്റ്റ്. ചില ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, ചെല്ലുമ്പോൾ തന്നെ എല്ലാം അങ്ങ് എഴുതി തരും. ഇതിടണം അതിടണം, ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ എങ്ങനെയാണ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി. ട്രൈ ടു ഫൈൻഡ് എ ഗുഡ് ഡെർമറ്റോളജിസ്റ്റ്. ഞാൻ പോകുന്ന ഡെർമറ്റോളജിസ്റ്റ് ട്രിവാൻഡ്രം ക്ലബിൻ്റെ ഓപ്പോസിറ്റ് സെറീൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനകത്ത് ഞാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ട്, ബിക്കോസ് സ്കിന്നിന് അത്ര പ്രശ്നമൊന്നുമില്ല. ബട്ട് ഐ ഹാവ് ടു ഗോ സൂൺ. ഫ്യൂച്ചറിൽ എനിക്ക് എന്തൊക്കെ വരാം എന്നും യു ക്യാൻ ആക്ച്വലി ലുക്ക് ത്രൂ യുവർ സ്കിൻ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഫേസിൽ എന്തെങ്കിലും സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് വരണം. ഐ തിങ്ക് യു ക്യാൻ നോ ത്രൂ nowadays because of new technologies. I would like to go again and check my skin. Anyway, so we'll start. First one. First is Cetaphil. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റാഫിലാണ്. നോട്ട് സ്പോൺസർഡ് ഗൈസ്. ജെന്റിൽ സ്കിൻ ക്ലെൻസർ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് കോമ്പിനേഷൻ സ്കിൻ. സോ എനിക്ക് ഇവിടെ ഓയിലിയും ഇവിടെ ഭയങ്കര ഡ്രൈ ആണ്. സോ മൈ ബോഡി ഈസ് യൂഷ്വലി ഫുൾ ഡ്രൈ സ്കിൻ. ഓക്കെ, സോ ദിസ് ഫേസിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ഓയിലി, ഈ ടീ സോൺസിൻ്റെ അവിടെ. സോ ദിസ് ഹെൽപ്സ് മീ വിത്ത് ഒരു കുഴപ്പമില്ലാത്തൊരു ഇതാക്കണം. കാരണം ഞാൻ മറ്റെന്താ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ ഫോമി പതപ്പിക്കുന്ന ഫേസ് വാഷ് ഇട്ട ഭയങ്കര ചമ്മന്തി അരച്ച് കഴിഞ്ഞില്ലേ ഫേസ് വാഷ് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. ലൈക്ക് എന്തോ സ്കിൻ എന്തോ വലിയുന്ന പോലെ ഇരിക്കും. സോ ഐ യൂസ് ദിസ് ഈസ് റിയലി നൈസ്. നെക്സ്റ്റ്, എനിക്ക് മോർണിംഗ് റുട്ടീൻ നൈറ്റ് റുട്ടീനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറച്ച് ക്രീമും സിറംസും ഉണ്ട്, അത് ഞാൻ വല്ലപ്പോഴും എപ്പോഴെങ്കിലും എടുത്തിടും. അടുത്തെന്തോ കാണിക്കുന്നത്. അടുത്ത
I don't use toners. People ask me why I use toners. ഇതും പറയാൻ മറന്നുപോയി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അറിയാം. വീഡിയോ നെഞ്ചത്ത് ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ. സോ ഞാൻ അധികം ടോണേഴ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഐ ഡോണ്ട് ഫീൽ എല്ലാവർക്കും ടോണേഴ്സിൻ്റെ ആവശ്യമില്ല. ചിലരുടെ വിചാരമുണ്ട് സ്കിൻ കെയർ ഒരു 7 സ്റ്റെപ്പ് റുട്ടീനാണെന്ന്. ഫേസ് വാഷ്, അണ്ടർ ഐ, മറ്റെന്തുവാ സിറംസ്, ടോണേഴ്സ്, മിസ്റ്റ്, മറ്റത് മറിച്ചത് എല്ലാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി. എല്ലാവർക്കും ആ സ്റ്റെപ്പ് വേണമെന്നില്ല. അതാദ്യം നിങ്ങൾ ക്ലിയർ ആക്കണം ഗൈസ്. എനിക്ക് ഈ ടോണറും ഇതൊന്നും ഇല്ല. I don't have toners, but I do have this facial mist. ഇപ്പം ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ ഐ ഷേവ് മൈ ഫേസ്. അപ്പോൾ ഞാൻ ഈ ഒന്ന് ഷേവ് ചെയ്യുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ സ്കിൻ, ഒബ്വിയസ്ലി, ഫോർ ഒബ്വിയസ് റീസൺസ്. സോ ഐ യൂസ് റോസ് വാട്ടർ മിസ്റ്റ്. ദിസ് ഇസ് ഫ്രം ഫോറസ്റ്റ് എസെൻഷ്യൽസ്. എന്നിങ്ങനെ ഭയങ്കര സമ്മർ ടൈം ആണെങ്കിൽ ഞാൻ മുഖത്ത് മിസ്റ്റ് അടിക്കും. നെക്സ്റ്റ് ഐലക്സ്. ദിസ് ഇസ് ഡാർക്ക് സർക്കിൾസ്. എൻ്റെ ലിസൺ ഗൈസ്, ദിസ് ഇസ്, നിങ്ങൾ ഇത് കേൾക്കണം. നിങ്ങളിത്, എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസ് ആർ ജെനറ്റിക്സ്. ഓക്കെ, ഇത് ഹെറിഡിറ്ററി ആണ്. എൻ്റെ അമ്മൂമ്മ, മുത്തച്ഛൻ വഴി എനിക്ക് വന്ന സാധനങ്ങളാണ്. വേറെ പ്രത്യേകിച്ച് കുടുംബ പാരമ്പര്യമായിട്ട് വേറെ ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് മാത്രം. പിന്നെ സൈനസും മൈഗ്രെയിനും കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഗൈസ്. അപ്പം നല്ല കാര്യങ്ങളൊന്നും കിട്ടില്ല. ഐ ആം ഫൈൻ. ചിലവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്കിത് ചില സമയത്ത് ഭയങ്കര ചൊറിഞ്ഞു കയറും. എവ്രി വൺ വിത്ത് ഡാർക്ക് സർക്കിൾസ് അത് അവർ സ്വയം ഉണ്ടാക്കുന്നതല്ല. ചിലപ്പോൾ ദൈവമായി കുടുംബ പാരമ്പര്യമായി കൊടുത്തതായിരിക്കും, കിട്ടിയതായിരിക്കും. സോ ചിലവർ ഭയങ്കര അതോറിറ്റി ലെവൽ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഇത് വെച്ചിട്ട് ചോദിക്കും, ഉറക്കമൊന്നും ഇല്ലല്ലേ? എനിക്കത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ ഒരു പണിയില്ല. തിന്നുക, ഉറങ്ങുക, പിന്നെ വേറെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോവുക. ഇത് മാത്രമേ ഉള്ളൂ മൈ ലൈഫ് നൗ എ ഡേയ്സ്. ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല ഇത് കേൾക്കുന്നത്. ഒരു ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. എന്ത് കുറ്റങ്ങളായിരിക്കും ആദ്യം മിക്കവരും പറയുന്നത്. പോയി ചെല്ലുമ്പോൾ തന്നെ വണ്ണം വെച്ചല്ലോ, വണ്ണം കുറഞ്ഞല്ലോ, മുടി കുറഞ്ഞല്ലോ, മുടി വെച്ചല്ലോ, കണ്ണടി ഡാർക്കാണല്ലോ, ചുണ്ട് മൊത്തം ഡാർക്കാണല്ലോ, മുഖം മൊത്തം കുരുവാണല്ലോ. ഇത് മാത്രമേ ഉള്ളൂ. ലൈക്ക് വെനവർ ആൾക്കാർ കാണുമ്പോൾ ആദ്യം പറയുന്നത് നെഗറ്റിവിറ്റി മാത്രമായിരിക്കും. വാട്ട് ഹാപ്പൻ ടു ഹലോ, സുഖാണോ, എങ്ങനെ ഇരിക്കുന്നു, അമ്മയ്ക്ക് അച്ഛന് സുഖാണോ, കഴിച്ചായിരുന്നോ? ഇതൊന്നും ഇപ്പം ആർക്കും ചോദിക്കണ്ട. ഐ തിങ്ക് നമ്മൾ കുറച്ചിങ്ങനെ പഠിച്ച് വരേണ്ടിയിരിക്കുന്നു ആസ് ഹ്യൂമൻസ്. ഇത് മെയിൻലി ഞാൻ എപ്പോഴും പറയും, ഇത് വലിയ പ്രായം കൂടിയ അമ്മച്ചിമാർക്കാണെങ്കിൽ അപ്പച്ചന്മാരുടെ സ്വഭാവങ്ങളാണെന്ന്. പക്ഷെ ഈയിടെയായിട്ട് ചേച്ചിമാർ, ലൈക്ക് എന്നെക്കാളും 3-4 വയസ്സ് മൂത്തുള്ള ചേച്ചിമാരും അവരുടെയൊക്കെ ബിഹേവിയറാണത്. ഇറ്റ് ഈസ് നോട്ട് നൈസ്. ആദ്യം കാണുമ്പോൾ ഒരാളുടെ കുറ്റം ആദ്യം എടുത്ത് കാണിക്കരുത്. ആസ്തം, ഹൗ ആർ യു, ഹെൽത്തി ആണോ, കഴിച്ചായിരുന്നോ, എന്തോ. അപ്പോൾ എൻ്റെ ഇത് ഇനി ജന്മത്തിൽ എനിക്കിത് മാറ്റാൻ പറ്റുമായിരിക്കും, മറ്റേ ഇഞ്ചക്ഷനൊക്കെ വെച്ച്. ബട്ട് എനിക്ക് ഇഞ്ചക്ഷൻ കുറച്ച് പേടിയുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ടാറ്റു എങ്ങനെ അടിച്ചെന്ന്. അതിന് വേറൊരു തിയറി എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ പിന്നെ പറയാം. സോ ദിസ് ഇസ് ഐലക്സ്. ഇത് ഞാൻ എഗെയിൻ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. എങ്ങാനും എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഇത്തിരിയെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതാണ് കാരണം. ആൻഡ് ഓൾസോ കമൻറ്റ് ബോക്സിൽ ചിലർ ഗ്ലൂട്ടാഥിയോൺ ചെയ്തൂടെ, ഇവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ. ഗൈസ്, ഉണ്ടായിപ്പോയി. ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യാനാ? ഇനി അടുത്ത കാശ് മുടക്കി ഞാൻ ഇതൊക്കെ മാറ്റണമല്ലേ? അപ്പോൾ നിങ്ങൾ പറയും കാശ് വേറെ എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ, എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൂടാ? ബിക്കോസ് ഇറ്റ്സ് മൈ ചോയ്സ്. I don't mind the pigmentation around my mouth and my eyes and it is fine. I don't care. And people with pigmentation shouldn't also, like other people, avaru mind aakanonnilla. Because why? It's part of your body.
enjoy it. It's fine. So I think this has helped me a lot. This is Perlite Recovery Serum. This has niacinamide, this is really nice for your face. ഇത് ഐ തിങ്ക് ദിസ് സെൻസിറ്റീവ് സ്കിൻസിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അഗെയിൻ ഡ്രൈ സ്കിൻ്റെ കാര്യം എനിക്കറിയില്ല. ബട്ട് സിൻസ് ഐ ഹാവ് കോമ്പിനേഷൻ സ്കിൻ ഉപയോഗിക്കാൻ പറ്റും. ദിസ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. മിനിമലിസ്റ്റിൻ്റെ ഒക്കെ ഐ യൂസ് ടു ബി ദാറ്റ് പേഴ്സൺ. പണ്ട് ഞാൻ ഡോക്ടറിൻ്റെ ഒക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റേ വൈറ്റമിൻ സി, റെറ്റിനോൾ എല്ലാം ഉപയോഗിക്കുമായിരുന്നു. ലാസ്റ്റ് ശരിക്കും അമ്മയാണ് സത്യം, ഞാൻ പച്ച കളറായി. മറ്റേ ഈ മേക്കപ്പിൻ്റെ ലൈറ്റില്ല അവിടെ പോയി ഇങ്ങനെ ഇരുന്നപ്പോൾ പച്ച കളറ്. എന്നെ ആൾക്കാർ ചോദിച്ചു വൈ ഡു യു ലുക്ക് ഗ്രീൻ? മഞ്ഞപ്പിത്തെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പച്ചപ്പിത്തൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഐ വാസ് സോ സ്കേർഡ്. വീണ്ടും പറയാണ്, ഇതെടുത്ത് മുഖത്ത് തേക്കരുത്, ലാസ്റ്റ് പൊള്ളി ചൊറിഞ്ഞും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. എനിക്ക് പ്രൂഫുണ്ട്, ഈ വീഡിയോ എൻ്റെ പ്രൂഫാണ്. ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ മേടിച്ചിട്ട് കയ്യിലോ കാലിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇറ്റ് ഈസ് നൈസ്. ഇത് ഞാൻ രാത്രി ഇടും, പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്. സോ സംടൈംസ് ഐ ഹാവ് ആക്നി ഓൺ മൈ ഫേസ്. സംടൈംസേ ഉള്ളൂ, എപ്പോഴും ഇല്ല. ഐ എം സോ ലക്കി ഇൻ ദാറ്റ് കേസ്. പണ്ട് വന്ന കുരുക്കളുടെ ഇതല്ല, ഡാർക്ക് സ്പോട്ട്സ് ആണ് ഇവിടെയൊക്കെ കാണുന്നത്, എസ്പെഷ്യലി ദിസ് വൺ. ഈ ഹോർമോൺസ് ഉള്ളവർക്ക് ആക്നെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് സിസ്റ്റിക് ആക്നാണ് മോസ്റ്റ്ലി വരുന്നത്. സിസ്റ്റിക് ആക്നെ നമ്മളെ സ്കിൻ്റെ അകത്തായിരിക്കും, പുറത്ത് വരില്ല, ഇങ്ങനെ തള്ളി മാത്രമേ നിൽക്കുള്ളൂ. ബട്ട് ഇറ്റ് ഹേർട്സ് ലൈക്ക് എനിവേ. സോ ദിസ് ക്രീം എനിക്ക് എപ്പോഴെങ്കിലും കുരു അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ഞാനൊരു 2 to 4 days ഞാനിത് കണ്ടിന്യൂസ്ലി നൈറ്റ് ഇടും. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇറ്റ്സ് കോൾഡ് ക്ലിൻഡാമൈസിൻ ആൻഡ് നിക്കോട്ടിനമൈഡ് ജെൽ. ഐ ആം ടെല്ലിങ് യു ദിസ് തിങ് അടിപൊളി. ഈ റെഡ്നെസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാനിത് പാച്ചായിട്ട് ഞാൻ രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കും. ഓക്കെ. പീപ്പിൾ ആസ്ക് മീ അബൌട്ട് മൈ സൺസ്ക്രീൻ എ ലോട്ട്. ഈ സൺസ്ക്രീൻ ഞാൻ മറ്റേ ഇൻഫ്ലുവൻസർ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ബ്യൂട്ടി ഓഫ് ജ്യൂസിൻ്റെ ദിസ് സൺസ്ക്രീൻ. ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന്. ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ. ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, ഞാൻ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. ഞാൻ എന്നെപ്പോലെ ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. സോ എന്നെ ഇൻഫ്ലുവൻസായിട്ട് കാണരുതാരും. സംഭവം ഞാൻ അങ്ങനെ ചുമ്മാ ഒരു ജാട പുറത്ത് മേടിച്ച സംഭവം. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി റിയലി നൈസ്. എൻ്റെ ഫേസിന് പണ്ടൊക്കെ ആണെങ്കിൽ മറ്റെന്തുവാ വൈറ്റ് കാസ്റ്റ് വരുമായിരുന്നു സൺസ്ക്രീൻ ഉപയോഗിച്ച്. പക്ഷേ ഇത് അതൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ബഡ്ജറ്റിൻ്റെ കുറച്ച് ഇത് അപ്പുറത്താണ്. അമ്മയുടെ ബഡ്ജറ്റിന് കുഴപ്പമില്ല, നല്ലതാണ്. അതല്ലാതെ എൻ്റെ കയ്യിലില്ല ഇപ്പോൾ. പക്ഷേ ഐ യൂസ് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ഇസ് റിയലി നൈസ്. ഐ യൂസ് ദ ബ്ലൂബെറി വൺ. പക്ഷേ വാട്ടർമെലനൊക്കെ നൈസാണ് തോന്നുന്നു. മോയ്സ്ചറൈസർ കംപ്ലീറ്റ്ലി ഫർഗോട്ട്. സോ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഞാൻ അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് വേറെ മോയ്സ്ചറൈസറിൻ്റെ ഫേസിൽ അറിയത്തില്ല. ഡ്രൈ സ്കിന്നുള്ളപ്പോൾ ഞാൻ സ്കിന്നിന് വേണ്ടി വെനൂസിയ മാക്സും അതൊക്കെ ഇടും, വിച്ച് ഇസ് റിയലി നൈസ്. ഫേസിൽ എനിക്ക് ഈ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടം. ഇതും എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ് ആണ്. ബയോസിൽക്കിൻ്റെ ദിസ് ഓട്സ് ഇൻക്ലൂഡഡ് മോയ്സ്ചറൈസർ ഇസ് റിയലി നൈസ്. എസ്പെഷ്യലി വിൻ്റർ സീസണിൽ ഇത് മതി, വേറെ ഒന്നും വേണ്ട. ഈ ഒരു ഇത് ദ ഹോളി ഗ്രെയിൽ ഗായ്സ്. വാസലീൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. വാസലീൻ. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഐ തോട്ട് ഞാൻ കുറച്ച് ആൻസർ ചെയ്യാമെന്ന്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ അയച്ചത് കുറച്ച് നോക്കി. ഐ തിങ്ക് നിങ്ങളുടെ സ്കിൻ കെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മിക്കതും ഞാൻ ആൻസർ ചെയ്തു. ഹൈപ്പർ പിഗ്മെന്റേഷൻ അഗൈൻ ഇറ്റ് ഈസ് ഫൈൻ. നിങ്ങൾക്ക് ഭയങ്കര കൂടുതലാണെങ്കിൽ പ്ലീസ് ഗോ കൺസിഡർ ഡെർമറ്റോളജിസ്റ്റ്. ഞാൻ എപ്പോഴും പറയാം, പോവാ. അല്ലാതെ എന്തുവാ നിങ്ങൾ കണ്ട ആൾക്കാർ ഉപയോഗിച്ചത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പിടിക്കില്ല. ചിലവർ ചോദിച്ചു എനിക്ക് ലിപ് ബ്ലഷിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൂടെ എന്ന്. ചുണ്ട് കറുത്തിരിക്കുന്നുണ്ട്. ചേച്ചി എൻ്റെ അമ്മ കാശ് തരത്തില്ല. കാശിൻ്റെ മാത്രമല്ല, ബട്ട് ഐ നെവർ ഫെൽറ്റ് ഐ ലൈക്ക് ദ വേ ഐ ലുക്ക്. ഐ ഡോണ്ട് ഫീൽ ഇതുവരെ ബോട്ടോക്സ് ചെയ്ത്
അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാശുള്ളവർക്ക് ലൈക്ക് ദേ ക്യാൻ ഡു വാട്ട് എവർ ദേ വോണ്ട്, നോ ജഡ്ജ്മെൻറ്റ്സ്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫോർ മൈ സ്കിൻ ഓർ മൈ ഫേസ്. ഐ ലൈക്ക് ദ വേ ഐ ലുക്ക്, ഇറ്റ് ഇസ് ഫൈൻ. I think I'm pretty enough for myself and I. പിന്നെ ഒരാൾ ചോദിച്ചു എന്തോ താടി എങ്ങനെയാണ് വളർത്തുന്നതെന്ന്. ചേട്ടാ എന്താ എന്താ പ്രശ്നം? എനിക്ക് PCOS ഉണ്ട്, തുടക്കം എന്തോ ആണ്. അതാണ് എനിക്ക് എൻ്റെ ബോഡി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, എനിക്ക് ഹോർമോണൽ ഇഷ്യൂസും ആക്നെയൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത്. ഈ ഹോർമോണൽ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഭാഗ്യത്തിന് അത്രയില്ല, ബട്ട് ഫേഷ്യൽ ഹെയർസ് കൂടുതൽ വരും PCOD PCOS ഉള്ളവർക്ക്. ചേട്ടന് അതുപോലെ ഹോർമോണൽ PCOD ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ചേട്ടന് താടി എനിക്കറിയില്ല ചേട്ടാ, ഞാൻ എങ്ങനെയാണ് ചേട്ടന് താടി വളർത്തി തരുന്നത്? പ്ലീസ് ഗോ കൺസൾട്ട് എ ഡോക്ടർ. എനിക്കൊന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കാണും, ഫുൾ സപ്പോർട്ട്. പിന്നെ ഒരാൾ ചോദിച്ചു എന്തുവാ ബോഡി ലൈപ്പോസെക്ഷനാണോ? അതെ, എന്തോ ചോദിച്ചു, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ബോഡി ഫാറ്റ് എടുത്ത് കളയാൻ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞാൻ വണ്ണം വെച്ചാൽ വണ്ണം കുറച്ചാൽ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. റിമെമ്പർ ഗ്രോയിങ് അപ്പ് ഐ വാസ് റിയലി ഫാറ്റ് ആൻഡ് അഗ്ലി. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയും ഐ എം സ്റ്റിൽ അഗ്ലി. സോ ആ വണ്ണം കുറച്ചെടുക്കാൻ എനിക്കറിയായിരുന്നു. അന്ന് കുറേ ബുള്ളിങ് ഒക്കെ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി എൻ്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ എനിക്ക് നല്ല ബുള്ളിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ദേശിക്കുന്നത് എൻ്റെ കസിൻസ്, ചില കസിൻസ് ഉണ്ട്, ചൊറിയുന്ന കസിൻസ് ഇല്ലേ, അതെല്ലാവരും കുടുംബത്തുണ്ടാവും. പോകുമ്പോൾ അയ്യോ ചാന എത്ര നാളായി എന്നെ വാവിനെ കണ്ടിട്ട്. എന്നിട്ട് ഞാൻ ചായ വല എടുക്കാൻ പോകുമ്പോൾ എടി അവൾ എന്നാ വണ്ണം വെച്ച് നോക്കടി എന്ന് പറയുന്ന കുറേ കസിൻസ് എനിക്കറിയാം. പേഴ്സണലി എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുമുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയെ ഓർത്തിട്ട് മാത്രമാണ് ചില കാര്യങ്ങൾ ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത്. എനിവേ, കമ്മിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ്. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് മെലിഞ്ഞു വണ്ണം വെച്ച് കഴിഞ്ഞിട്ട്. ഈ വണ്ണം വെച്ച് മെലിഞ്ഞു കഴിഞ്ഞപ്പോൾ എവ്രി വൺ വാസ് കൺസേൺ. അയ്യോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, അതാണോ ഇതാണോ? ആൾക്കാരിങ്ങനെ ബുള്ളി ചെയ്ത് എനിക്ക് സഹിയായിട്ട് ഞാൻ ഭക്ഷണം തിന്നാതെ ഡെയിലി ഒരു ദോശ ഒരു ചപ്പാത്തിയിലൊക്കെയായിരുന്നു ഞാൻ ഒതുങ്ങിക്കൊണ്ടിരുന്നത്. വെള്ളവും കുടിക്കൂല, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും ഇല്ല, നത്തിങ്. അപ്പോൾ ഭയങ്കര സീനായിരുന്നു. ലൈക്ക് ബോഡി ഭയങ്കര വീക്കായിരുന്നു, വൈറ്റ് പാച്ചസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര സീനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പയ്യെ ഞാൻ കഴിച്ച് തിന്ന് വണ്ണം വെച്ച് വന്നു. പിന്നെ എൻ്റെ ഹോർമോണൽ ഇഷ്യൂസ് തുടങ്ങി. എന്നിട്ടും ആൾക്കാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സാഡ്. കുഴപ്പമില്ല, എന്തെങ്കിലും അവർക്ക് മനസ്സിലാവും തോന്നുന്നു. ഈ വിഷമങ്ങളൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മ ചോദിക്കുന്നത് എന്താ, അവർ നിൻ്റെ കുടുംബമൊന്നും അല്ലല്ലോ, നിൻ്റെ കുടുംബം ഞങ്ങളല്ലേ, ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാവുന്നുള്ളൂ, പിന്നെ എന്താ പ്രശ്നം? കറക്റ്റ് അല്ലേ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ആർ യു സോ റിയൽ? ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ മീൻസ്. പക്ഷെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പറയാം. ഐ ആം ജസ്റ്റ് ദ വേ ഐ ആം. ഞാൻ ഈ വീഡിയോയിൽ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ പൊതുവെ. ഐ മീൻ ആംബിവേർട്ട്. ചില സമയത്ത് ഭയങ്കര ക്വയറ്റായിരിക്കും അറിയാത്ത ആൾക്കാരുടെ കൂടെ, ചില സമയത്ത് ഭയങ്കര അലമ്പായിരിക്കും അറിയുന്ന ആൾക്കാരുടെ ഒപ്പം. സോ വെൻ ഐ വിത്ത് മൈ ക്ലോസ് ഫ്രണ്ട്സ് ഐ എം ലൈക്ക് ജിൻ ആക്കടി, യുനോ. ബീങ് ഓണസ്റ്റ് നൗ ഡേയ്സ് എന്തോ ബീങ് അല്ലെങ്കിൽ സെറ്റിംഗ് ബൗണ്ടറീസ് വിത്ത് whatever, ആരെങ്കിലും കൂടെ once you set boundaries it is considered rude now ഈ ഒരു കാലത്ത്. But if you're fake, if you try to people please, that's real. And to answer your question, I don't know, I'm just being me. അതിൽ വളർത്തുകണമെന്ന് വേണമെങ്കിൽ പറയാം. Credit to Mataji ആൻഡ് അമ്മുമാജി. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ മഞ്ജു പിള്ളയായിട്ട് ഭയങ്കര ജാടയാണ്, അതാണ് ഇതാണെന്ന്. അപ്പോൾ എനിക്ക് സ്വിഗ്ഗിയിൽ 500 വായിക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ജാടാന്ന് പറയാൻ ആൾ ടെല്ലുമായി. പണ്ട് അമ്മ എല്ലാവരുടെയും ഫോട്ടോ എടുക്കായിരുന്നു. ഈയിടെയായിട്ട് അമ്മ ആരോടും അങ്ങനെ ഫോട്ടോ എടുക്കാറില്ല. ബിക്കോസ് ഷീ ഹാസ് സെറ്റ് എ ബൗണ്ടറി. അമ്മ ഓരോ സാധനങ്ങളിൽ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ അമ്മയുടെ ഫെയിം കുഴപ്പമില്ലാതെ കൂടിയപ്പോൾ ആൾക്കാരുടെ ഫാൻസും കൂടിയപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ലാതെ. ബട്ട് ദെർ ആർ സം ഫാൻസ് ഹു ആർ ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് ദസ് വൺ തിങ് ഹാപ്പൻഡ്. അമ്മ ലുലുവിൽ ഇങ്ങനെ വാഷ്റൂമിൽ പോവായിരുന്നു. ഓക്കെ, ഫുഡ് കോർട്ടിൻ്റെ സൈഡിലുള്ള വാഷ്റൂമിൽ ഇങ്ങനെ പോവായിരുന്നു.
അപ്പോഴത്തേക്കും ഞാൻ പുറത്ത് നിന്നു. അപ്പോഴത്തേക്കും ഒരാളിങ്ങനെ ഓടി എൻ്റെ സൈഡിൽ കൂടെ പോവാം, ഒരമ്മച്ചി. ഇതേ മഞ്ജുപ്പിള്ള എന്ന് പറഞ്ഞ് ഓടിപ്പോയി. പിന്നെ ഒരു 5 മിനിറ്റ്സിന് ശേഷം ഞാൻ കേൾക്കുന്നത് ഈ അമ്മച്ചി തിരിച്ച് നടന്നു വരിക. എന്നിട്ട് പറയാം, എന്തൊരു അഹങ്കാരം ആ സ്ത്രീക്ക്, ഇവളോടൊക്കെയാണോ ഞാൻ എന്തുവാ ഫോട്ടോ എടുക്കാൻ പോകുന്നത്, ഇവളോട് സ്നേഹം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഇപ്പൊ പോയ അമ്മച്ചിയല്ലേ, വാട്ട് ഹാപ്പൻഡ്, ഈ ഒരു 5 മിനിറ്റ് എന്താ സംഭവിച്ചു? അപ്പോൾ വാട്ട് ഹാപ്പൻഡ് വാസ്, അമ്മയ്ക്ക് പീ ചെയ്യാൻ ഭയങ്കര മുട്ടിയിട്ട് ഇങ്ങനെ വാഷ്റൂമിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഡോർ അടയ്ക്കാൻ സമയത്ത് അമ്മച്ചി സെയിം അമ്മച്ചി ആ കഥ ഇങ്ങനെ അടയ്ക്കാൻ സമ്മതിച്ചില്ല, ഇങ്ങനെ നിർത്തി വെച്ചിട്ട് പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തോട്ടായിരുന്നു. ഷീ വാസ് ലൈക്ക് കുറച്ച് ഷോക്ക്ഡ് ആയിരുന്നു. ലൈക്ക് ഹൗ ക്യാൻ ലൈക്ക് സമ്മൺ ഹ്യൂമൻ തിങ്ക് ലൈക്ക് ദിസ്, പി ചെയ്യാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി റൂഡ്, ഇറ്റ് ഈസ് വെരി ഹാർഷ്, ഇറ്റ് ഈസ് നോട്ട് വെരി ബേസിക് ഹ്യൂമൻ എത്തിക്കറ്റ്സ് ഇല്ല. അപ്പോൾ അമ്മ ഗേവ് സം കോമഡി റിപ്ലൈ. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഇറ്റ് മൈ ടേൺ ഇൻ ടു എ ഹ്യൂജ് ഇഷ്യൂ. സോ ഷീ സ്മാർട്ട്ലി ആൻസേർഡ് ബാക്ക്. സോ ദാറ്റ്സ് വൈ that Amachi was angry, because Amma chose to pee first instead of taking a picture inside the bathroom. Incidents, and this is one of the incidents. അപ്പോൾ ഇത് അമ്മയ്ക്കാണെങ്കിൽ വലിയ സ്റ്റാർസിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു. സോ സം പീപ്പിൾ ഇതുപോലെ അമ്മ ഈ പേഴ്സണൽ ബൗണ്ടറീസ് വെക്കുമ്പോൾ തിങ്സ് അമ്മയ്ക്ക് ജാടയാണെന്ന്. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട് ഐ ആം ട്രൈങ് ടു സേ. കുടുംബത്തായതുകൊണ്ട് എനിക്കത് പറയാം, കുഴപ്പമില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത ടീയുമായി അടുത്ത ഗോസിപ്പ് സെഷനുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് 98% വിമൻ ആണ്. ആൻഡ് ഐ ലവ് ദാറ്റ്. കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ എനിക്ക് റിപ്ലൈ അയക്കുന്നതും ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ അയക്കുന്നതും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും റിപ്ലൈ കൊടുത്താൽ ചിലവർ തലേ കയറിയിരിക്കും. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ ഞാൻ ചിലപ്പോൾ റിപ്ലൈ ചെയ്യാറുള്ളൂ. ഈ അങ്കിൾമാരും അപ്പൂപ്പന്മാരൊക്കെ അങ്ങനെ കുറേ അങ്ങനെ മെസ്സേജൊക്കെ അയക്കാറുണ്ട് അനാവശ്യക്കാരായിട്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കില്ല. നോ ഇറ്റ് മീൻസ് എ ലോട്ട്, ഇറ്റ് ജെനുവൻലി മീൻസ് എ ലോട്ട്. സോ താങ്ക് യു ലേഡീസ്. അപ്പം അത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വലിയ ന്യൂസ് എന്നല്ല, ഒരു ഇൻഫർമേഷൻ ഗെറ്റ് യു നോ ലേറ്റർ ഓൺ. ബിക്കോസ് ഇപ്പോൾ അതിൻ്റെ കാറ്റ്, നല്ല തണുത്ത കാറ്റുണ്ട്. എൻ്റെ ഫോൺ അടുത്ത കിഡ്നി ഇല്ല സാറേ. ഇറ്റ് ഇസ് ഫൈൻ, ഐ എം ഫൈൻ. ഒരു ന്യൂസ് ഉണ്ട്, പറയാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വെൻ തിങ്സ് ആർ ഫൈനലൈസ്ഡ്. കുറച്ച് സൂപ്പർസ്റ്റിഷ്യസ് ആണ് ഞാൻ. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയില്ല, ജിങ്സ് അടിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നടക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ പറയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ്. ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ സം പീപ്പിൾ. ഇനി അടുത്തൊരു വേറെ എന്തെങ്കിലും പണിയില്ലാത്ത സമയത്ത് വീഡിയോ ഉണ്ടാക്കാൻ തോന്നിയാൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിടുന്നതായിരിക്കും. അപ്പോഴും ആളുകൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഗൈസ്. എൻ്റെ കഷൻ്റെ ഇപ്പോൾ ഭയങ്കര സീനാട്ടോ. ഞാൻ അത് പോയി കാണിക്കണം. ബിക്കോസ് ഓഫ് ദിസ് ഹോർമോണൽ ഇഷ്യൂസ് മൈ ഹെയർ ലോസ് ഇസ് വെരി ബാഡ്. കണ്ടോ, നടുക്കാരെങ്കിലും വെട്ടിയത്. റിയാലിറ്റി ഓഫ് ഹോർമോണൽ ഇഷ്യൂസ്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ എല്ലാവരും പറയുന്നത്, സോറി ഞാൻ നിർത്തുന്നില്ല, ഞാൻ നിർത്താം, വെയിറ്റ് ചെയ്യൂ. എന്ത് വന്നാലും അവളും ഉണ്ട്, അവളൊരു ഹോർമോണൽ ഇഷ്യൂ ഉണ്ട്. ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് തോന്നുന്നില്ല മിക്കവർക്കും മനസ്സിലായെന്ന്. ആ പട്ടീനെ ഞാൻ മിക്കവാറും വല്ലതും ചെയ്യും. കുളിയും നനയും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിനെ നോക്കണ്ടോ, ലൈക്ക് മദർ ലൈക്ക് ഡോട്ടർ. പിന്നെ എന്താ പറഞ്ഞു വന്നേ, വീണ്ടും പോയി. കളയല്ലേ പെണ്ണേ. ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് തോന്നുന്നില്ല ആർക്കും മനസ്സിലാകുന്നുണ്ടെന്ന്. കുറച്ച് പേർക്ക് മനസ്സിലാവും. ബട്ട് ചിലവർ, ദർ ആർ സം വുമൻ, ഐ ഫീൽ, ഞാൻ കേട്ടിട്ടുള്ള സം വുമൻ ദേ യൂസ് എവറിത്തിങ് ആസ് എൻ എക്സ്ക്യൂസ്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ബിക്കോസ് കുറച്ച് മാസം മുമ്പ് എനിക്ക് ഡിസ്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ വെയിറ്റ് ഒക്കെ എടുത്ത് കുറച്ച് സീനായി. അപ്പോൾ അത് 2-3 മാസം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. നൗ ഐ ആം ബാക്ക് ഇൻ ജിം. സ്ലോലി എൻ്റെ എക്സസൈസ് ഒക്കെ ഞാൻ കൂട്ടി വരെ എൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ ചെയ്യുവാണ്. സം വുമൻ ഹു സ്റ്റിൽ യൂസസ് ദിസ് ആസ് എൻ എക്സ്ക്യൂസ്. സോ ദാറ്റ് ഈസ് നോട്ട് നൈസ്. പക്ഷേ ദർ ആർ ലൈക്ക് സംടൈംസ് മെൻ ആൻഡ് വുമൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് how body works, and the hormone issues are really, it's messing up with body and everything. So it is nice to know, maybe your sister, girlfriend, cousin, mother, grandmother no hormone issues undavilla. Grandmothers like menopause samayathu chalappo there's a big thing. Menopause
ഹോർമോണൽ ഇഷ്യൂസ് ആർ ബിഗ് തിങ്. സോ അത് ഹോർമോൺ ഇഷ്യൂസ് നിങ്ങൾ ചെറുതായിട്ട് കാണരുത്, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ്. ഹോപ്പ് യു എൻജോയ്ഡ്. ഞാൻ പറഞ്ഞതാണല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നോക്കാം. ടാറ്റ.